Hi friends, മടക്കി കൂട്ടി പോക്കറ്റിലിടാവുന്ന ഫോണുകൾ കുറെ കാലമായി നമ്മൾ കേൾക്കുന്ന ഒരു സംഭവമാണ് ഈ ഫോൾഡിംഗ് ഫോണുകളെ കുറിച്ച്. പ്രോട്ടോടൈപ്പ് അതായത് മോഡലുകൾ നമ്മൾ ധാരാളമായിട്ട് കണ്ടു, പക്ഷേ മാർക്കറ്റിലൊന്നും എത്തിക്കണ്ടില്ല. സാംസങ് അത് എത്തിച്ചിരിക്കുകയാണ്, ഗാലക്സി ഫോൾഡ്. ഇന്ന് ആ ഫോണിനെ കുറിച്ചാണ്. ഏപ്രിൽ 26 മുതൽ അതിന്റെ സെയിൽ ആരംഭിക്കുകയാണ്. എന്താണ് അതിന്റെ വില, എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചർ, അതിന്റെ ഡിസൈൻ എങ്ങനെയുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളൊന്ന് ഷെയർ ചെയ്യണം. വെൽക്കം ടു പ്രതാപ് ടെക്, ഇറ്റ്സ് മീ പ്രതാപ്. ഹായ്, അപ്പോൾ നമ്മളിവിടെ ഒരു ലോഗോ കാണുന്നുണ്ടല്ലേ. ഈ ലോഗോ ഒരു ഫുഡ് ആപ്ലിക്കേഷനാണ്, ഡെലീഷ്യോ. നമ്മുടെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നവരാണ്. അപ്പോൾ ആ ആപ്ലിക്കേഷനെ കുറിച്ച് നമ്മൾ വീഡിയോയുടെ അവസാനം പറയാം. ഫുഡുകളൊക്കെ ഓർഡർ ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആയ ഒരു ആപ്ലിക്കേഷനാണ്. വീഡിയോയുടെ അവസാനം നമുക്ക് അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ നമുക്ക് ഗാലക്സി ഫോൾഡിന്റെ കാര്യത്തിലേക്ക് വരാം. ഗാലക്സി ഫോൾഡ്, ഈ ഫോണിന്റെ ഡിസൈൻ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഡിസൈൻ തന്നെയാണ്. 4.6 ഇഞ്ച് ഒരു കൊച്ചു സ്ക്രീനാണ് നമുക്ക് ഈ ഫോണിന്റെ ഡിസൈനിൽ നമുക്ക് കിട്ടുന്നത്. കയ്യിൽ ഒതുങ്ങുന്ന ഒരു കൊച്ചു ഫോണായിട്ടാണ് ഈ ഫോൺ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഈ ഫോൺ തുറന്നു കഴിഞ്ഞാൽ 7.3 ഇഞ്ച് വലുപ്പമുള്ള ഒരു വലിയ ടാബിന്റെ സൈസിലേക്ക് അത് മാറുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ഇനീഷ്യൽ ഡിസൈൻ. ഈ ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സംഭവം തന്നെയാണ്. വളരെ കയ്യിൽ ഒതുങ്ങാവുന്ന ഒരു ഫോൺ, തുറന്നാൽ ടാബ്. പക്ഷെ ചില ആൾക്കാർ ചോദിക്കും, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഒരു സാധാരണ ഫോൺ പോരാ. കാരണം ഫോണുകളുടെ ഒരു യൂസ് മാറുകയാണ്. വെറുതെ ഫോൺ ചെയ്യാന്നുള്ളൊരു അവസ്ഥയിൽ നിന്ന് മാറി നെറ്റ് ബ്രൗസ് ചെയ്യാൻ, സിനിമ കാണാൻ, വീഡിയോ ഷെയറിങ്, അല്ലെങ്കിൽ യൂട്യൂബ് ക്രിയേറ്റേഴ്സ്, അങ്ങനെ ഒരുപാട് ടീംസ് ഒരുപാട് തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഫോണുകൾ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ യൂസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ മേഖലകളിലേക്ക് ഇന്റർനെറ്റ് ബ്രൗസിങ്, പേയ്മെന്റ്, എല്ലാ സർവീസുകൾക്കും ഈ ഒരു സംഭവം ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചെറിയൊരു ടിപ്പിക്കൽ ഫോണായിട്ട് ഒതുങ്ങാൻ പോകുന്നില്ല ഇനിയുള്ള കാലം. അതുകൊണ്ട് തന്നെ ഈ ഒരു മാറ്റം അനിവാര്യമാണ്. സാംസങ് തന്നെ പറഞ്ഞിരിക്കുന്നത് അവർ മാറ്റിയിരിക്കുന്നത് ഫോണിന്റെ മോഡലല്ല, സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചറാണ് മാറ്റിയിരിക്കുന്നതെന്നാണ്. സംഭവം ശരിയാണ്. കാരണം ഞാനിപ്പോൾ തന്നെ ഒരു ഫോണും ഒരു ടാബും രണ്ടും ഞാൻ കൊണ്ടു നടക്കാറുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഫോൺ കൈ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആണ്. എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. വലിയ ഫോൺ വേണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, പക്ഷേ കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടാണ്. ആ ഒരു ചിന്ത എല്ലാ ആൾക്കാരുടെയും, ഒരുവിധം എല്ലാവരുടെയും മനസ്സിലുള്ളൊരു ആഗ്രഹം തന്നെയാണ്. ആ ആഗ്രഹമാണ് ഇവിടെ പൂവണിയുന്നത്, ഗാലക്സി ഫോൾഡ്. അപ്പോൾ നമുക്ക് ഫോണുകൾ ഫോൾഡ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലേ? അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇതിന്റെ അപ്ലിക്കേഷനുകളുടെ രീതി എന്താണെന്ന് നോക്കിയാൽ നമുക്ക് സാധാരണ ഫ്രണ്ടിൽ ഒരു സാധാരണ ഫോണാണ്, 4.6 ഇഞ്ച് വലുപ്പമുള്ള ഒരു സാധാ ഫോൺ നമ്മുടെ കയ്യിലിരിക്കുന്നു. അതിനകത്ത് നമുക്ക് പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഒരു സാധാ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ആ ചെയ്യുന്നതിനിടയിൽ നമ്മളിപ്പോൾ ഒരു ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു ഫോട്ടോ ഉണ്ട്, നമുക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയാൽ നമ്മൾ ആ ഫോൺ അപ്പം തന്നെ ഒന്ന് തുറന്നാൽ ആ ഫോട്ടോ വലിയ ഡിസ്പ്ലേയിൽ വലുതായിട്ട് ഡയറക്റ്റായിട്ട് തുറന്നു വരും. അതായത് നമ്മൾ ഫ്രണ്ടിൽ എന്ത് കണ്ടുകൊണ്ടിരിക്കുന്നോ തുറക്കുമ്പോൾ അത് അതേപടി ഈ വലിയ ഡിസ്പ്ലേയിൽ വരും. അതിനുവേണ്ടി നമ്മൾ വേറെ ആപ്ലിക്കേഷനൊക്കെ തുറക്കുക, അങ്ങനെയുള്ള സംഭവം ഒന്നും ചെയ്യേണ്ട. ഡയറക്റ്റായിട്ട് വലിയ ഡിസ്പ്ലേയിൽ കാണാം. ആവശ്യം കഴിഞ്ഞാൽ അടച്ചു കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ നമ്മുടെ ഫ്രണ്ടിലുള്ള ചെറിയ ഡിസ്പ്ലേക്ക് വരും. ഓട്ടോമാറ്റിക് ആണ്, അത് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സംഭവമായിട്ട് തോന്നി. എന്ത് സംഭവമാണെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊരു കയ്യിൽ വെച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. വേണ്ട സമയത്ത് തുറന്ന് വലുതായിട്ട് കാണാം. കണ്ടു കഴിഞ്ഞാൽ അടയ്ക്കണമെങ്കിൽ അടച്ചു കഴിഞ്ഞാൽ വീണ്ടും ചെറിയ ഫോണായിട്ട് മാറാം. അപ്പോൾ ആ രീതിയിൽ ഈ ആപ്ലിക്കേഷനുകൾ കണക്റ്റഡ് ആയി നിൽക്കുന്നു എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതാണ് ഈ ഫോൾഡിംഗ് ഫോണിന്റെ ഒരു പ്രവർത്തന രീതി. അപ്പോൾ തുറക്കാം, അടയ്ക്കാം, ആപ്ലിക്കേഷനൊക്കെ കണക്റ്റഡ് ആണ്. ഇപ്പോൾ ഇതിന്റെ സേഫ്റ്റിയോ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ സംഭവം തുറന്ന് അടയ്ക്കുന്ന സമയത്ത് ഇത് ഒടിഞ്ഞു പോവുക, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് എന്തെങ്കിലും ഒരു ഗിയറോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും ഇതിനകത്ത്. ഇത് തുറക്കുമ്പോൾ അടയ്ക്കുമ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സംഭവം ഡാമേജ് ആവില്ലേ എന്നൊരു ചോദ്യം വരുന്നു. വളരെ സ്റ്റഡിയായി ബിൽഡാണ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. 2 ലക്ഷം തവണ വരെ സുഖമായിട്ട് വർക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. 2 ലക്ഷം കഴിഞ്ഞാൽ അപ്പം നാശമാവില്ലേ എന്ന് ചോദിക്കും. 2 ലക്ഷം തവണ ഇത് തുറന്നടച്ചു വരുമ്പോഴേക്കും കാലം ഒരുപാട് കഴിയില്ലേ? ഒരു 3-4 കൊല്ലം കഴിയുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു ദിവസം നമ്മളിപ്പോൾ ഇത് എത്ര പ്രാവശ്യം തുറക്കും? നോർമലായിട്ടുള്ള ഫോണിൻ്റെ യൂസൊക്കെ പുറമേ തന്നെ നടക്കും നമുക്ക്. അപ്പോൾ നോർമലി കോൾ വന്നാലോ മെസ്സേജ് കാണാനോ അങ്ങനെയുള്ള സംഭവം, നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ തന്നെ കാണാം. അതിനുവേണ്ടി നമ്മൾ ഈ ഫോൺ തുറക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും വലിയ സംഭവങ്ങൾ കാണാൻ വേണ്ടി മാത്രമാണ് നമുക്കിത് തുറക്കേണ്ടി വരുള്ളൂ. അപ്പോൾ ഒരു ദിവസം നമ്മൾ 100 പ്രാവശ്യമൊന്നും ഇത് തുറക്കാൻ പോകുന്നില്ല. അഥവാ 100 പ്രാവശ്യം തുറന്നാൽ തന്നെയും ഒരു 3-4 കൊല്ലത്തേക്കൊക്കെ ഒരു പ്രശ്നവുമില്ലാതെ ഇത് വർക്ക് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഈ ഫോൾഡിങ്ങിന് യാതൊരു കംപ്ലൈൻറ്റും വരില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം. ഫോൾഡിങ്ങിനെ കുറിച്ച് കമ്പനി വ്യക്തമായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കപ്പോൾ സംശയം വന്നത് ഇൻഫിനിറ്റി ഫ്ലെക്സ് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഡിസ്പ്ലേക്ക് വല്ല ഡാമേജ് വരുമോ എന്നുള്ള കാര്യം എനിക്ക് തോന്നിയ ഒരു ആശങ്കയാണ്. കാരണം ഡിസ്പ്ലേ എപ്പോഴും ഇങ്ങനെ മടക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഡിസ്പ്ലേയുടെ മടക്കിൻ്റെ ഭാഗത്ത് വല്ല കംപ്ലൈൻറ്റ് വരുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ എന്താണ് ഈ ഇൻഫിനിറ്റി ഫ്ലെക്സ് ഡിസ്പ്ലേയുടെ ആ ഒരു സ്ട്രോങ് ആയിട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി കുറേ സെർച്ച് ചെയ്ത് നോക്കി. പക്ഷേ അതിനെക്കുറിച്ച് അങ്ങനെ അധികം ആരൊന്നും പറഞ്ഞു കണ്ടില്ല. ചിലപ്പോൾ അതിൻ്റെതായ ക്വാളിറ്റി എന്തായാലും ഉണ്ടായിരിക്കും, ഇല്ലാതെ എന്തായാലും സാംസങ് ഇറങ്ങില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഇപ്പോഴേക്ക് ആ ഡിസ്പ്ലേ ഒറ്റ ഡിസ്പ്ലേ പോലെ നല്ല വൃത്തിയായിട്ട് നിൽക്കുന്നുണ്ട്, യാതൊരു ഇഷ്യൂസും ഇല്ലാതെ. അപ്പോൾ അതുപോലെ തന്നെ ഈ 4-5 കൊല്ലവും വർക്ക് ചെയ്യുന്ന പ്രതീക്ഷിക്കാം. 4-5 കൊല്ലത്തിൽ കൂടുതലൊന്നും ഒരു ഫോൺ
ഈ ഒരു കാലഘട്ടത്തിൽ ആരും ഉപയോഗിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ തന്നെ ഒരു 5-6 മാസം കൂടുമ്പോൾ മാറ്റാറുണ്ട്. അത് ഇത്തിരി ഓവറാണ്. എങ്കിൽ പോലും സാധാരണഗതിയിൽ നമ്മളൊരു 1-2 വർഷം അല്ലെങ്കിൽ 3 വർഷമൊക്കെ മാക്സിമം ഒരു ഫോൺ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും അത് ഔട്ട്ഡേറ്റഡ് ആവും. നോർമലി ഒരുപാട് പേരും മാറ്റുകയാണ് ചെയ്യുക. 4-5 വർഷം വരെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങിക്കാവുന്ന ഒരു ഡിവൈസ് തന്നെയാണ്. പിന്നെ ഒരു കാര്യം കൂടിയും, ഈ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യും, വലിയ ഡിസ്പ്ലേ ഉണ്ട്, ഫോൾഡിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സോ പ്രധാനമായിട്ടും കമ്പനി പറഞ്ഞിരിക്കുന്ന ഒരു ഫീച്ചർ എന്നത് മൾട്ടി ടാസ്കിങ്ങിനെ കുറിച്ചാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഫോണിലുള്ള ആപ്ലിക്കേഷൻ യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ എക്സാമ്പിളായിട്ട് കാണിക്കുന്നത് അങ്ങനെയാണ്. യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു വാട്സപ്പ് നമുക്ക് ഉപയോഗിക്കണം, ഒരു മെസ്സേജ് അയക്കണം. നമുക്കതിൻ്റെ സൈഡിൽ പുതിയൊരു ചെറിയ ആരോണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷനുകൾ വരും. അവിടെ ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ, വാട്സപ്പ് എന്നുള്ള ആപ്ലിക്കേഷൻ സൈഡിൽ സെപ്പറേറ്റ് തുറന്നു വരും. അപ്പോൾ നമുക്ക് യൂട്യൂബ് കാണാൻ തടസ്സമില്ല, മെസ്സേജ് അയക്കാം. അതേസമയം നമുക്ക് ഗൂഗിളിൽ പറഞ്ഞ് സെർച്ച് ചെയ്യണമെങ്കിൽ അതിന് വേറൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം, അത് സെപ്പറേറ്റ് തുറന്നു വരും. അങ്ങനെ 3 ആപ്ലിക്കേഷനുകളും വേറെ വേറെ ഒരേ സമയം നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഒരു പ്രധാനമായിട്ടും പറയുന്ന ഒരു ഫീച്ചർ. ഇതേപോലെ ധാരാളം ഫീച്ചർ അതിനകത്ത് ഉണ്ടെന്നും പറയുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ആ ഫീച്ചറുകൾ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. പ്രധാനമായിട്ടും ഈ ഒരു ഫീച്ചർ അവർ എടുത്ത് കാണിച്ചിരിക്കുന്നു. മൾട്ടി ടാസ്കിങ്, 3 ആപ്ലിക്കേഷൻ വരെ ഒരേ സമയം വർക്ക് ചെയ്യുന്നുള്ളത് ഇതിൻ്റെ ഒരു വലിയ മേന്മയായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഒരു സംശയം വരും, എല്ലാ ആപ്ലിക്കേഷനും ഇതുപോലെ വർക്ക് ചെയ്യുമോ എന്നുള്ളൊരു സംശയം അല്ലേ? കാരണം ഇത് ആൻഡ്രോയിഡ് പൈ എന്ന് പറയുന്ന സംഭവം നമ്മുടെ സാധാരണ ഒരു ഫോണിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഫോൾഡിംഗ് ഫോണിന് വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പ് ഒന്നുമല്ല. അങ്ങനെ വരുമ്പോൾ ഇത് എല്ലാ ആപ്ലിക്കേഷനും വർക്ക് ചെയ്യുക എന്നുള്ളൊരു ചോദ്യം ബാക്കിയാണ്. ഗൂഗിളുമായി ചേർന്ന് ഇതിനു വേണ്ടി സാംസങ് ശ്രമിക്കുന്നുണ്ട്. അതായത് കൂടുതൽ ആപ്ലിക്കേഷനുകൾ ഇതൊക്കെ ഇതിനു വേണ്ടി ഒപ്റ്റിമൈസ്, അറ്റ്ലീസ്റ്റ് നമ്മൾ പറയുന്ന ആൻഡ്രോയിഡ് പൈ ആ ഒരു OSനെ കംപ്ലീറ്റ് ആയിട്ട് ഈ 2 രീതിയിൽ വർക്ക് ചെയ്യാൻ പാകത്തിന് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിളുമായി ചേർന്ന് സാംസങ് ശ്രമിക്കുന്നുണ്ട്. ഗൂഗിൾ എന്തായാലും കൂടുതൽ ഇൻട്രസ്റ്റ് എടുക്കും. കാരണം സാംസങ് മാത്രമല്ല, എല്ലാ കമ്പനികളും, ലെനോവോ, LG, അതേപോലെ തന്നെ ഹുവാവേ, ഷവോമി, അങ്ങനെ എല്ലാ കമ്പനികളും ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഫ്യൂച്ചർ ഈ ഫോണുകളുടെയാണ്. അതുകൊണ്ട് തന്നെ ഗൂഗിളും ഇതിനകത്ത് കൂടുതൽ ഇൻട്രസ്റ്റ് എടുക്കുന്നുണ്ട്. ഈ ആൻഡ്രോയിഡ് പൈയുടെ ഇതിനു വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്ത വെർഷൻ താമസിയാതെ വരും. ഇനി ഈ ഫോണിന്റെ പവറും ക്യാമറ സെറ്റപ്പ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ക്യാമറ മൊത്തം നമുക്ക് 6 ക്യാമറയാണുള്ളത്. 3 എണ്ണം റിയർ സൈഡിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഡുവൽ ക്യാമറ നമുക്ക് ടാബ്ലറ്റ് മോഡിൽ തുറന്നു വെച്ചിരിക്കുന്ന സമയത്ത് ടാബ് മോഡിൽ നമുക്ക് ഈ ഡുവൽ ക്യാമറ സെറ്റപ്പ് കിട്ടുന്നുണ്ട്. ഫ്രണ്ട് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ക്യാമറ നോർമൽ സെൽഫിക്കും കാര്യങ്ങൾക്ക് വേണ്ടി അവിടെയും വെച്ചിട്ടുണ്ട്. മെഗാ പിക്സലും അതിൻ്റെ സെൻസറും കാര്യങ്ങളൊന്നും നമുക്ക് വ്യക്തമല്ല. എങ്കിലും ഈ രീതിയിൽ ഫോൺ ഏത് രീതിയിൽ കൈപിടിച്ചാലും, റിയർ സൈഡാണെങ്കിലും ഫ്രണ്ട് സൈഡാണെങ്കിലും ടാബ് മോഡിൽ തുറന്നു പിടിച്ചിരിക്കുകയാണെങ്കിലും എപ്പോഴാണെങ്കിലും നമുക്ക് ഒരു ക്യാമറ ആക്സസ് അവിടെ ഉണ്ടായിരിക്കും, ഫോട്ടോസ് എടുക്കാൻ സൗകര്യം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു മേന്മ. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ്. പവർ, അപ്പോൾ നമുക്കറിയണം ബാറ്ററി പവർ എത്രയുണ്ടാവും, അതേപോലെ പ്രോസസ്സിംഗ് പവർ എത്രയുണ്ടാവും എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രോസസ്സിംഗ് 7nm ടെക്നോളജിയുള്ള പവർഫുള്ളായ പ്രോസസ്സറായിരിക്കും ഇതിനകത്ത് ഉണ്ടായിരിക്കുക. 12 GB റാമും 512 GB സ്റ്റോറേജും ഇതിനകത്ത് വരുന്നതാണ് പറയുന്നത്. 7nm പ്രോസസ്സറായിരിക്കും, പവർഫുള്ളായ മോസ്റ്റ് പവർഫുള്ളായ പ്രോസസ്സർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 7nm ടെക്നോളജി വരുന്ന സ്നാപ്ഡ്രാഗൺ 855 തന്നെ ആവാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതാണെന്ന് സ്പെസിഫിക് ആയിട്ട് അവർ പറഞ്ഞിട്ടില്ല, എങ്കിലും നമ്മളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ പവർഫുള്ളായ പ്രോസസ്സറും ഇത്രയും അധികം റാമും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഫോൺ വരാൻ പോകുന്നത്. അപ്പോൾ നല്ലൊരു പവർഫുള്ളായ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. ആൻഡ്രോയിഡ് 9 പൈ തന്നെയായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഗൂഗിളുമായി ചേർന്ന് സാംസങ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിലാണ് ഇതിൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ്. ബാറ്ററി, ക്യാമറയും ഡിസ്പ്ലേയും എല്ലാ സംഭവങ്ങളൊക്കെ ഓക്കെ, മടക്കാനൊക്കെ പറ്റും. ബാറ്ററി മടക്കാൻ പറ്റുമോ എന്നൊരു സംശയം വരും അല്ലേ? ബാറ്ററി മടക്കാനൊന്നും പറ്റില്ല. അത് മടക്കിന്റെ 2 സൈഡിലുമായിട്ട് 2 ബാറ്ററി ആയിട്ടാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. 4380 അതിന്റെ ടോട്ടൽ ബാറ്ററി പവർ. അപ്പോൾ തരക്കേടില്ലാത്ത നല്ലൊരു ബാറ്ററി പവറിലാണ് ഫോൺ എത്തുന്നത്. മൊത്തത്തിൽ ഇതാണ് ഗാലക്സി ഫോൾഡ്. മടക്കാവുന്ന ആപ്ലിക്കേഷനൊക്കെ ഒരേ സമയം കണക്റ്റഡ് ആയി ഡിസ്പ്ലേ, മൾട്ടി ടാസ്കിംഗ് പോലുള്ള സൗകര്യങ്ങൾ ഏത് രീതിയിൽ പിടിച്ചാലും എല്ലായിടത്തും ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പവർഫുൾ ആയിരിക്കും, ബാറ്ററിയും ആവശ്യത്തിനുണ്ട്. മൊത്തത്തിൽ അടിപൊളിയായ ഒരു ഫോണായിട്ട് തന്നെയാണ്, ഫ്യൂച്ചറിസ്റ്റിക് ആയ ഒരു ഫോണായിട്ട് തന്നെയാണ് ഗാലക്സി ഫോൾഡ് എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രൈസ് കുറച്ച് കൂടുതലാണ്, കുറച്ചധികം കൂടുതലാണ്. 1,40,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്, സ്റ്റാർട്ടിംഗ് പ്രൈസ്. അധികം ഫീച്ചറും കാര്യങ്ങളും ഫോൾഡിങ്ങും ഒക്കെ ആയിട്ട് വരില്ലേ, കുറച്ച് കൂടുതൽ പ്രൈസൊക്കെ ഉണ്ടാവും, പ്രത്യേകിച്ച് സാംസങ് കൂടിയാവുമ്പോൾ. പിന്നെ ഇത് കിട്ടുന്നത് ഏപ്രിൽ 26 മുതൽ അമേരിക്കയിൽ ഇതിൻ്റെ സെയിൽ ആരംഭിക്കും. യൂറോപ്പിൽ മെയ്, ഡേറ്റ് അത്ര ക്ലിയർ അല്ല, മെയ് 7 തോന്നുന്നു. എങ്കിലും മെയ്യിൽ യൂറോപ്പിലും സെയിൽ ആരംഭിക്കുന്നുണ്ട്. ബാക്കിയുള്ള മേഖലകളിലേക്ക് എപ്പോഴാണെന്നുള്ള കാര്യം സാംസങ് പറഞ്ഞിട്ടില്ല. എന്തായാലും സെയിൽ ഏപ്രിൽ 26 ആരംഭിക്കുകയാണ്. ഇത് പ്രോട്ടോടൈപ്പോ മോഡലോ ഒന്നുമല്ല, ഫോൺ റെഡിയായി വരികയാണ് മാർക്കറ്റിലേക്ക്. അപ്പോൾ ഈ ഫോൺ ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ? അത് പൈസ കയ്യിലുണ്ടെങ്കിൽ നമുക്കത് വാങ്ങിക്കാം, അടിപൊളി സംഭവമായിട്ടൊന്നും തോന്നിയോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. എൻ്റെ അഭിപ്രായം ഇതാണ്, എനിക്കിതിൻ്റെ ഡിസൈൻ അത്ര ഇഷ്ടമായില്ല. ടാബായിട്ട് ഓപ്പൺ ആയിരിക്കുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ട്, കാര്യങ്ങളൊക്കെ മൾട്ടി ടാസ്കിങ് എല്ലാ കാര്യങ്ങളും ഇഷ്ടമായി. ഫോൺ അടിപൊളിയാണ്, ഫോൺ മോശമാണെന്നല്ല കേട്ടോ പറയണത്. ഞാൻ പറയുന്നതിൻ്റെ എനിക്ക് ഇഷ്ടമായോ എന്നുള്ള കാര്യമാണ്. ഫോണിൻ്റെ ഫ്രണ്ട് സൈഡ് മടക്കി വെച്ചിരിക്കുമ്പോൾ നോർമലായിട്ടുള്ള ലുക്കിൽ ഒരു ചെറിയ സ്പേസ് സ്ക്രീനും ബാക്കി കുറേ ഭാഗം ബോർഡറും, ആ ഒരു ഡിസൈൻ എനിക്ക് അത്ര ഇഷ്ടമായില്ല. അതൊരു സംഭവം ഇന്നോവേറ്റീവായ സ്റ്റൈലിഷായ ഒരു ഫോണായിട്ടൊന്നും
എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പണ്ടത്തെ ഈ ഒരുപാട് കീബോർഡ്സ്, ഒരു വലിയ കീബോർഡൊക്കെ ആയിട്ട് പണ്ട് ഫോൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഏതാ മോഡലെന്ന് എനിക്ക് ഓർമ്മയില്ല. ആ ഒരു ഫോണിൻ്റെ ഒരു ഫീലാണ് എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ തോന്നുന്നത്. ഓർമ്മയില്ല, കൊട്ടി കീബോർഡായിട്ട് ഇങ്ങനെ താഴത്ത് ഇങ്ങനെ കുറേ നിരത്തി ഒരു സാധാരണ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡ് പോലത്തെ ഒരു കീബോർഡും മുകളിൽ ഡിസ്പ്ലേയുമായിട്ട് ഫോൺ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫോൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫോണിൻ്റെ ഒരു മോഡലാണ് എനിക്കിത് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഫ്രണ്ട് സൈഡ് അത്ര ഇഷ്ടമായില്ല. അതുകൊണ്ട് കാശ് ഉണ്ടെങ്കിൽ തന്നെ ഞാനിത് വാങ്ങിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ വാങ്ങിക്കാൻ സാധ്യതയില്ല. പിന്നെ ഇപ്പോൾ കാശ് ഇല്ലല്ലോ, അതുകൊണ്ട് എന്തായാലും വാങ്ങിക്കില്ല. അപ്പോൾ എന്തായാലും ഇതാണ് അതിൻ്റെ എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. എനിക്ക് അത്ര വലിയൊരു താല്പര്യം അതിൻ്റെ ഡിസൈൻ കണ്ടിട്ട് തോന്നിയില്ല. എന്തായാലും ഇതൊരു ഫസ്റ്റ് ഫോൺ എന്ന നിലയിൽ നമ്മളതിനെ കുറ്റപ്പെടുത്താൻ ഒരു തരത്തിലും നിവൃത്തിയില്ല. കാരണം അത്രയും നല്ല ഇന്നോവേറ്റീവായ ഒരു ടെക്നോളജിയാണ്. ഭാവിയിൽ ഇതിൻ്റെ അടുത്ത വേരിയന്റുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും കാര്യമായ വ്യത്യാസങ്ങൾ സാംസങ് അതിൽ കൊണ്ടുവരുന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും ഇന്നോവേറ്റീവായ ഒരു ടെക്നോളജി വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്യാവുന്ന ഒരു ഉഗ്രൻ ഫോൺ തന്നെയാണ് ഗാലക്സി ഫോൾഡ്. അപ്പോൾ ഗാലക്സി ഫോൾഡ് എന്ന ഫോണിനെ ഒന്ന് പരിചയപ്പെടാൻ ഈ വീഡിയോ സഹായിച്ചു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഡെലിഷ്യോ ദ ഫുഡി ആപ്പ് എന്ന് പറയുന്ന മൾട്ടി റെസ്റ്റോറൻറ്റ് ആപ്ലിക്കേഷനാണ്. തൃശ്ശൂരിൽ നിന്നും ഒരു 8 കിലോമീറ്ററാണ് ഇവരുടെ പ്രവർത്തന പരിധി. ഫുഡുകളും മറ്റുമൊക്കെ പല ഹോട്ടലുകളിൽ നിന്നായിട്ട് ഒരേ സമയം സെലക്ട് ചെയ്ത് ഓർഡർ ചെയ്യാം ഇവർ കൊണ്ടുവന്ന് കൈത്തരും. അതാണ് ഇവരുടെ ഒരു സർവീസ്. ഭാരത് രാധാകൃഷ്ണ പത്തൻസ് പോലുള്ള എല്ലാ പ്രധാനപ്പെട്ട ഹോട്ടലുകളും ഇവരുടെ പ്രവർത്തന പരിധിയിൽ വരുന്നുണ്ട്. ഇത്തരം ആപ്ലിക്കേഷനും ഇത്തരം രീതിയിൽ ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്ന നല്ലൊരു ആപ്ലിക്കേഷനാണ്. വേണ്ടവർക്കൊക്കെ ഡൗൺലോഡ് ചെയ്യാം. പ്ലേ സ്റ്റോറിൽ നിന്ന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം. ബൈ.